Hi guys, this is JP. Welcome to JP Sculpt and Snap. So the story about new work. ഈ വർക്കിന് അധികം ബ്രെയിൻ സ്റ്റോപ്പിങ്ങോ ഒന്നും ആവശ്യം വന്നില്ല. എപ്പോഴും ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കോളേജിൽ ടൈമിൽ 2014 ചെയ്തൊരു വർക്കാണ്. നിങ്ങൾ തമിഴിൽ കണ്ടപോലെ 2014 ചെയ്തൊരു വർക്ക് കണ്ടു. അന്ന് ഞാൻ ഇപ്പോൾ ഞാനത് എൻ്റെ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ജിറാഫ് എന്ന ഐഡിയയിൽ ചെയ്തൊരു വർക്കാണ്. അന്ന് എനിക്ക് ജിറാഫായിട്ട് തോന്നി. ഇന്ന് എത്ര പേർക്ക് ജിറാഫായിട്ട് തോന്നുന്നു എനിക്കറിയില്ല. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ അപ്സരയുടെ ഏറ്റവും സാധാരണ നമ്മൾ എഴുതുന്ന പെൻസിലാണ്. അപ്സര പെൻസിൽ ഉപയോഗിക്കുന്ന ബ്ലേഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു തെർമോക്കോൾ കട്ടിങ് ബ്ലേഡ്. എടുത്ത ഫോട്ടോ അത് അന്നും ഇന്നും എന്നെ ഞെട്ടിക്കുന്ന സാധനമാണ്. എൻ്റെ കൂട്ടുകാരൻ രാഹുൽ എന്ന് പറയുന്ന കൂട്ടുകാരൻ, നമ്മൾ ചന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ അന്നത്തെ അവൻ്റെ ലൂമിയ 520 എന്ന് പറഞ്ഞ നോക്കിയയുടെ ഫോണാണ്. അന്ന് മാനുവൽ ഫോക്കസിങ് ഉണ്ടായിരുന്ന കിട്ടില്ലെന്നൊരു ഫോൺ. അന്ന് എൻ്റെ സർക്കിളിലൊന്നും ആർക്കും ഇത്ര മാക്രോ ഫോട്ടോഗ്രാഫി ഫോക്കസ് എടുക്കാൻ പറ്റുന്നൊരു ഫോണില്ല. അപ്പോൾ ആ ഫോണിലെടുത്ത ഫോട്ടോയാണ് ഇന്ന് കാണുമ്പോഴും അതെനിക്കൊരു വിസ്മയം തന്നെയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. എൻ്റെ ഇന്നത്തെ ഇമ്പ്രൂവ്ഡ് ടൂൾസ്, ഇന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പെൻസിൽ, അതായത് കൊഹിനൂർ എന്നും പറഞ്ഞ ഒരു പെൻസിലാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. കൊഹിനൂർ ഹാർഡ്മുത്ത് എന്നും പറഞ്ഞ ഒരു പെൻസിലാണ് ഉപയോഗിക്കുന്നത്. ആ പെൻസിലൊരു കഥയുണ്ട്, അതൊരു നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ പറയാം. നല്ല ക്രാഫ്റ്റ് നൈഫും പിന്നെ കിട്ടാവുന്ന നല്ല ക്യാമറയുമാണ് ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. സ്റ്റിൽസ് എടുക്കാൻ ഉപയോഗിക്കുന്ന എൻ്റെ DSLR ക്യാമറയും വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഫോൺ ക്യാമറയിലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഇമ്പ്രൂവ്ഡ് സ്കിൽസ് വെച്ചിട്ട് ഇതിന് എനിക്ക് എത്രത്തോളം ഡീറ്റെയിലിംഗ് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ആക്ച്വലി ഈ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വളരെ സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് ആദ്യത്തെ ഒരു ബേസ് ഔട്ട്ലൈൻ കിട്ടിയായിരുന്നു, ഇത് ചെയ്യാം, എൻ്റെ ലെഡിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നി. പക്ഷേ പലപ്പോഴും പല വർക്കിലും ഞാൻ സ്റ്റക്കാകുന്ന ചില ഫേസസ് ഉണ്ട്. ഒന്നെങ്കിൽ തുടക്കം സ്റ്റക്കാവും, അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിലൊക്കെ ആകുമ്പോൾ സ്റ്റക്കാവും, ഇല്ലെങ്കിൽ ഫൈനലിൽ ഫിനിഷിങ്ങിന് തൊട്ട് മുമ്പ് സ്റ്റക്കാവും. ഈ വർക്കിൻ്റെ കേസിൽ ഞാൻ 3 സ്റ്റേജിലും സ്റ്റക്കായിട്ടുണ്ട്. ഒന്ന് ഹെഡ് പൊസിഷൻ, പിന്നെ ഹെഡ് ടു ബോഡി ആ ഒരു ഷേപ്പിന്, പിന്നെ ബോഡി ടു ലെഗ് ഷേപ്പിന്. ഇതിൽ 3 ഞാൻ നല്ല രീതിയിൽ സ്റ്റക്കായി പണ്ടരടങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ട വീഡിയോയിൽ വർക്ക് ചെയ്യാൻ ചെയ്തത്. മറ്റേ ഫാന്റാസ്റ്റിക് കൊണ്ട് വർക്ക് ചെയ്തതിൻ്റെ സ്റ്റക്കിൽ ഞാൻ കൊണ്ടുവന്ന വർക്കാണ്. അപ്പം അങ്ങനെ സ്റ്റക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ ഫിനിഷ് ചെയ്ത വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ ഫൈനൽ വർക്ക്. എൻ്റെ പഴയ വർക്കിൽ നിന്ന് ഇപ്പോഴത്തെ ഈ വർക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുള്ളതെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കോമെൻറ്റ്സിൽ രേഖപ്പെടുത്തുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലുള്ള കണ്ടന്റായിട്ട് ഫോളോ മൈ ചാനൽ, സബ്സ്ക്രൈബ്. താങ്ക് യു.